ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവത്തിനെ ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. എബ്രായ ലേഖനം 6 അധ്യായം 19 തിരുവെഴുത്ത്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കുരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാനിരിക്കുന്ന വചനം ആത്മാവിൻ്റെ നങ്കുരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കടലിൽ ഏറ്റവും ശക്തമായ കപ്പലിന് പോലും കൊടുങ്കാറ്റിനെ തടയുവാൻ കഴിയില്ല. എന്നാൽ അതിനെ ഒഴുക്കിൽ നിന്ന് കാക്കുന്നത് അതിൻ്റെ ശക്തിയല്ല, മറിച്ച് സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഉറച്ചു പിടിച്ചിരിക്കുന്ന നങ്കുരമാണ്. ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്നാൽ ഏത് കൊടുങ്കാറ്റിലും തളരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ആത്മീയ നങ്കുരം അവിടുന്ന് നൽകിയിരിക്കുന്നു. ആ നങ്കുരം ക്രിസ്തു യേശുവിലുള്ള പ്രത്യാശയാണ്. നങ്കുരം കൊടുങ്കാറ്റ് തടയുന്നതിനല്ല, ഒഴുകിപ്പോകുന്നത് തടയുന്നു. പ്രിയരെ, കടലിൽ തിരമാലകൾ വരും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ രോഗങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, അതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകും, അതുപോലെ വിശ്വാസ പരീക്ഷകൾ വരും. നങ്കുരം തിരമാലകളെ നിർത്തുന്നില്ല, എന്നാൽ കപ്പൽ ഒഴുകിപ്പോകാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവം എല്ലാ പരീക്ഷണങ്ങളും നീക്കിക്കളയണമെന്നില്ല. എന്നാൽ പരീക്ഷണങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ അവിടുന്ന് ശക്തി നൽകുന്നു. പ്രിയരെ, നങ്കുരം കാണാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു കപ്പലിൻ്റെ നങ്കുരം വെള്ളത്തിനടിയിലാണ്. കണ്ണുകൊണ്ട് കാണാനാവില്ല, എന്നാൽ അതിൻ്റെ ഫലം വ്യക്തമായിട്ട് കാണാൻ അറിയും. അതുപോലെ ദൈവത്തിൻ്റെ പ്രവർത്തനവും പലപ്പോഴും നമുക്ക് കാണാനാവില്ല. ചിലപ്പോൾ നാം ചോദിക്കും, ദൈവമേ, നീ എവിടെയാണ്? അപ്പോൾ ദൈവം മൗനമായിരിക്കും. എന്നാൽ അവിടുന്ന് ഇല്ലാതായിട്ടില്ല. വേരുകൾ ഭൂമിക്കടിയിലുള്ളതുപോലെ, നങ്കുരം സമുദ്രത്തിനടിയിലായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അദൃശ്യമാണ്. നങ്കുരം മുകളിലല്ല, താഴെയാണ് പിടിക്കുന്നത്. നമ്മുടെ പ്രത്യാശ ഭൂമിയിലെ കാര്യങ്ങളിലാണെങ്കിലും അത് എളുപ്പം തകരും. മനുഷ്യർ മാറും, പണം നഷ്ടപ്പെടും, ആരോഗ്യം ക്ഷയിക്കും, ബന്ധങ്ങൾ തകരാം. അതുകൊണ്ട് എബ്രായ ലേഖകൻ ഇങ്ങനെ പറയുന്നു, ഈ പ്രത്യാശ നമ്മൾ തിരശ്ശീലയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. അത് സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്കാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നങ്കുരം ഭൂമിയിൽ അല്ല, സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഭൂമി കുലുങ്ങിയാലും വിശ്വാസി തകരേണ്ടതില്ല. യേശു തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നങ്കുരം. നമ്മുടെ പ്രത്യാശ ഒരാശയമല്ല, ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു. അവൻ മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റ് അവൻ മുൻപേ സ്വർഗത്തിൽ പ്രവേശിച്ചു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിലകൊള്ളുന്നു. അതിനാൽ നമ്മുടെ പ്രത്യാശ ജീവിക്കുന്ന പ്രത്യാശ. പ്രിയരെ, നങ്കുരമില്ലാത്ത ജീവിതം, നങ്കുരമില്ലാത്ത കപ്പൽ കാറ്റ് എവിടേക്ക് കൊണ്ടുപോകും, തിരമാല എവിടേക്ക് തള്ളും, ഒടുവിൽ തകർന്നു പോകും. നങ്കുരമില്ലാത്ത ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. സാഹചര്യങ്ങൾ വിശ്വാസത്തെ നിയന്ത്രിക്കും, എന്നാൽ ക്രിസ്തുവിൽ ഉറച്ചവർ സാഹചര്യങ്ങളെക്കാൾ വലിയ പ്രത്യാശയിൽ ജീവിക്കുന്നു. ഇന്നത്തെ കാലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ഇന്ന് പലരും അനുഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഭയം, വിഷാദം, നിരാശ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, കുടുംബ പ്രശ്നം, ആത്മീയ ക്ഷീണം, ഇവയെല്ലാം തിരമാലകളാണ്. എന്നാൽ ആത്മാവിൻ്റെ ഒരു നങ്കുരമുള്ളവൻ പറയും, ഞാൻ കുലുങ്ങാം, പക്ഷെ ഞാൻ ഒഴുകിപ്പോവുകയില്ല. അതുകൊണ്ട് നിന്റെ നങ്കുരം എവിടെയാണ്? ഈ ചോദ്യം ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കണം. എൻ്റെ പ്രത്യാശ അതെവിടെയാണ്? ജോലിയിലാണോ? സമ്പത്തിലാണോ? മനുഷ്യരിലാണോ? ആരോഗ്യത്തിലാണോ? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലാണോ?
കാരണം ഭൂമിയിലുള്ളതെല്ലാം മാറും, ക്രിസ്തു മാത്രം മാറാത്തവരാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ നങ്കുരം നാം എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്? അത് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രത്യാശയോടെ, വലിയ ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ വലിയ ബലത്തോടെ നമുക്കായിരിക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് അവരവർക്കറിയാം. ഒരു നിമിഷം നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയേണ്ടതിന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. അവർ നിരാശപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല, അവർ ഒഴുകിപ്പോകുന്ന അവസ്ഥയിലല്ല, അവരെ ഉറപ്പോടെ നിർത്തുവാൻ, ഏത് പ്രതിസന്ധിയിലും അവരെ ശക്തിയോടെ നിർത്തുവാൻ, അവർക്ക് ബലവും കൃപയും കൊടുപ്പാൻ ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ആത്മാവിൻ്റെ നങ്കുരത്തിൽ ദൈവകൃപയിൽ നിൽപ്പാൻ ഇടവരട്ടെ. മഹത്വത്തോടെ നടത്തും. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.